മണ്ടത്തരം ഔദ്യോഗികമായി വിളിച്ചു പറയാനുള്ള കഴിവ് നോക്കിയാണ് ബി അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖർ. നിരന്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് അതിൽ സ്വയം അഭിരമിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി അധ്യക്ഷൻ ചെയ്യാറുള്ളത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശിശു മരണനിരക്കിനെ യുവാക്കളുടെ കുടിയേറ്റവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്? അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? അപ്പൊ ഇത് അല്ല, ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ് എടുത്തിട്ട് നമ്മൾ അസസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. ഇത്രയും ആധികാരികമായി മണ്ടത്തരം പറയാൻ മറ്റാർക്കാണ് കഴിയുക? ഇങ്ങനെ ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം നടത്താൻ മറ്റാർക്കാണ് കഴിയുക? രാജീവ് ചന്ദ്രശേഖരനല്ലാതെ. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി യുവാക്കൾ നാടുവിട്ടു പോകുന്നതാണ് സംസ്ഥാനത്ത് ശിശുമരണ നിരക്ക് കുറയാൻ കാരണമെന്നാണ് രാജീവ്ജിയുടെ കണ്ടുപിടുത്തം. യുവാക്കളാണല്ലോ കുട്ടികളെ ഉണ്ടാക്കുന്നത്. അവർ പുറത്തു പോകുന്നത് കാരണമാണ് ശിശുമരണ നിരക്ക് കുറയുന്നത് എന്ന് ഒരു മടിയുമില്ലാതെ അങ്ങ് പറഞ്ഞു. ഒരു തവണയല്ല, പറഞ്ഞ മണ്ടത്തരത്തെ ആധികാരികമായി ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആധികാരികമായി പറയുമ്പോൾ അതിൽ വസ്തുത ഉണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം പറയുന്നത് ബി നേതാവാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം യൂത്ത് മൈഗ്രേഷൻ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ശിശുമരണ നിരക്ക്? ശിശുമരണ നിരക്ക് എന്നത് ഒരു വർഷം ജനിക്കുന്ന 1000 കുട്ടികളിൽ 1 വയസ്സിന് താഴെ മരണപ്പെടുന്നവരുടെ എണ്ണമാണ്. ഇത് ഒരു സമൂഹത്തിന്റെ ആരോഗ്യ നിലവാരം, സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ, പോഷകാഹാര ലഭ്യത, ശുചിത്വം, മാതൃസംരക്ഷണം, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ അളക്കുന്ന ആഗോള സൂചികയാണ്. ഇനി എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ മണ്ടത്തരം പറയാൻ കാരണമെന്ന് കൂടി നോക്കാം. കേരളത്തിൽ ആരോഗ്യരംഗം കൈവരിച്ച നേട്ടങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ഒന്നുമില്ലാത്തടത്തു നിന്നും വളർന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയ ആരോഗ്യരംഗത്തെ എങ്ങനെയും കരിവാരിത്തേക്കുക എന്നതാണ് ബി ലക്ഷ്യം. ഇതാണ് സത്യങ്ങളെ മറയ്ക്കാൻ മണ്ടത്തരം പറയാനുള്ള കാരണവും. ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ശിശുമരണ നിരക്ക് 37%. ഇത്തരത്തിലുള്ള പിന്നോക്കാവസ്ഥ മറച്ചുവെക്കാനാണ് കേരളത്തിന്റെ നേട്ടങ്ങളെ അധിക്ഷേപിക്കുന്നത് എന്നതും വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ മണ്ടത്തരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ തട്ട് എല്ലാ കാലത്തും താണു തന്നെയിരിക്കും. പറയാനാണെങ്കിൽ ഒരിക്കലും തീരാത്ത മണ്ടത്തരങ്ങളുടെ കഥ അങ്ങനെ തുടരുകയും ചെയ്യും.